ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ റോൾസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഡിന്നർ റോൾസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അതിന് ഓവൻ വേണമെന്നുമില്ല. നമുക്ക് സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ 2 രീതിയും കാണിക്കുന്നുണ്ട്. അതായത് ഓവൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും പാനിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ മറക്കാതെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് വലിയൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ചെറു ചൂട് പാല് ഒഴിച്ചു കൊടുക്കുക. കൃത്യമായിട്ട് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ 150 ml പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വിരൽ മുക്കാൻ പാകത്തിനുള്ള ചൂടേ ഈ പാലിന് ഉണ്ടാകാവുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ഈസ്റ്റ് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ പാലിന് ചെറു ചൂടേ ഉണ്ടാകാവുള്ളൂ. പാലിൻ്റെ ചൂട് കുറഞ്ഞിരുന്നാലും കൂടിപ്പോയാലും ഈസ്റ്റ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആകില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായി ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പം പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം ഉപ്പാണ്. അടുത്തതായിട്ട് ഒരു മുട്ട, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ 2.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 ഗ്രാമോളം മൈദയുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ 2.5 കപ്പ് എന്നുള്ളത് കൃത്യമായിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പം ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പം ആ മാവിൻ്റെ ഒരു കട്ടി അനുസരിച്ചിട്ട് വേണം കൂടുതൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം 2.5 കപ്പ് തന്നെ എടുത്ത് വെക്കുക. അപ്പോൾ ആ മൈദ മുഴുവൻ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ ചേർക്കുക കേട്ടോ. കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പം ഫ്രിഡ്ജിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ബട്ടർ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം വേണം ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഒട്ടലുള്ള മാവാണ്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു 8 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒട്ടലുണ്ടെങ്കിലും 3-4 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒട്ടലൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി 4 മിനിറ്റോളം കുഴച്ചിട്ടും ആ സോഫ്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അഥവാ മാവ് ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒരല്പം പാല്, 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പാലും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ടും അതുപോലെ മാവും ഒക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാനിപ്പം 8 മിനിറ്റോളം ഇത് കുഴച്ചെടുത്തിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബൗളിലേക്ക് കുറച്ച് ബട്ടർ തൂത്തതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലും കുറച്ചുകൂടെ ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുക, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് കുറച്ച് വാമായിട്ടുള്ളൊരു സ്ഥലത്ത് 1 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന മാവിൻ്റെ ഇരട്ടി സൈസ് ആവണം, അതായത് ഡബിൾ സൈസ് ആവണം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചൂടനുസരിച്ചിട്ടിരിക്കും അത് എത്ര നേരം എടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ 1 മണിക്കൂർ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്.
മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് പഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് 1 മിനിറ്റും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ ഒന്ന് തൂത്തിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചും കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഈക്വൽ സൈസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു കത്തി വല്ലതും ഉപയോഗിച്ച് മുറിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കി നമുക്കിതൊരു ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. പുറം ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ ഓരോ ഉരുളകളും എടുത്ത് ബേക്കിംഗ് ടിന്നിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം വെച്ച് കൊടുക്കുമ്പം ഈ ഓരോ റോൾസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇത് ഇനിയും വലുതായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിലുള്ള അലുമിനിയം ടിന്നിൽ കാണുന്നത് നമ്മൾ പാനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂറും കൂടെ വെക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്, അതായത് സെക്കൻഡ് പ്രൂഫിങ്ങിന്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ നനഞ്ഞ തുണി മാറ്റിയിട്ട് ഇതൊന്ന് എഗ് വാഷ് ചെയ്യണം. അപ്പം ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത് ഈ ഓരോ റോളിൻ്റെയും മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിനൊക്കെ എല്ലാം എഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവനിലേക്ക് വെക്കുന്ന രീതി പറയാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൺവെക്ഷൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ടിന്ന് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ആ മുകൾ വശത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നതാണ് അതിൻ്റെ പാകം. ഇനി പാനിൽ വെക്കുന്ന രീതി നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാൻ. നോൺ സ്റ്റിക്ക് ആയിരിക്കും നല്ലത്, കാരണം ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഉരുകി കഴിയുമ്പോഴത്തേക്കും തീ തീർത്തും കുറച്ച് വെക്കുക. അതായത് നമ്മുടെ സ്റ്റൗവിലെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആ എഗ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ചെറു തീയിൽ തന്നെ മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം ഈ ഒരു സൈഡ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറു തീയിലായിരിക്കണം. അപ്പോൾ ഒരു 7 മിനിറ്റ് മുതലേ ഒന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. എൻ്റെത് കുറച്ചൊരു ബ്രൗൺ കളർ കൂടുതൽ വന്നു. കുറച്ചുകൂടെ നേരത്തെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പം 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കത് തിരിച്ചിടുമ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഒരു അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ സ്പൂണിലുണ്ടായിരുന്ന ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇത്തിരി നേരം ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി. പാനിൽ തയ്യാറാക്കിയ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ആ ഓവനിൽ തയ്യാറാക്കി എടുക്കുന്ന അതേ സോഫ്റ്റ്നെസ്സോടെയും അതേ ടെക്സ്ചറോടെയും തന്നെ നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു ലുക്കിൽ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ഓവനിൽ വെച്ചതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആണ് എനിക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പം ഈ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റോൾസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്ന വേറൊരു രീതിയും കൂടെ ഞാൻ കേക്കിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ രീതിയിൽ ചെയ്താലും ഈ ഡിന്നർ റോൾസൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ചിക്കൻ റോള് ഇതുപോലെ തന്നെ ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് കുക്ക് വിത്ത് റിനി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.